ഹൃദയതാളം. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. അന്ന് രാത്രിയിൽ പരസ്പരം ചേർന്ന് കിടന്നാണ് രണ്ടുപേരും ഉറങ്ങിയത്. തണുപ്പിന്റെ കാഠിന്യം കൂടിക്കൂടി വന്നപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴോ അവർ പരസ്പരം അതിരുകൾ ലംഘിക്കാൻ തുടങ്ങി. എങ്കിലും രണ്ടുപേരും ഒരു നിയന്ത്രണം എപ്പോഴും വെച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ മാലിയോട് യാത്ര പറഞ്ഞ് അവർ പോന്നു. രണ്ടുപേരും ബുള്ളറ്റിൽ ചേർന്നിരിക്കുകയായിരുന്നു. പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. പെട്ടെന്ന് ഒരു അരികിലായി ചേർന്ന് ബെൻ വണ്ടി നിർത്തി. എന്തു പറ്റി? എന്തിനാ വണ്ടി നിർത്തിയത്? ഓ, അപ്പൊ നിനക്ക് നാക്കുണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ അവിടെ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് മറന്നുപോയി കാണുമെന്ന്. തിരിച്ചുപോയി അത് എടുത്താലോ എന്ന് വിചാരിക്കായിരുന്നു. ഓ, 2026 ജോക്കാണോ? പക്ഷേ ചീറ്റിപ്പോയി. ഞാൻ വിചാരിച്ചത് നീ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്, അതിനിടെ വെറുതെ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ശരി, അപ്പൊ നീ എന്നെ ശല്യം ചെയ്യുകയേ വേണ്ട, ഇനി സംസാരിക്കുകയേ വേണ്ട. കുറച്ച് സ്ഥലങ്ങൾ കൂടി പോകണമെന്നുണ്ടായിരുന്നു. വേണ്ട, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം. നിന്റെ ഭാവം കണ്ടാൽ ഞാൻ കെട്ടി വലിച്ചുകൊണ്ട് വന്നതുപോലെയുണ്ട്. നിനക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ല എന്നെനിക്ക് മനസ്സിലായി. ക്ഷമിക്കണം, കൂടെ കൊണ്ടുവന്നത് തെറ്റായിപ്പോയി. അവൻ അത്രയും പറഞ്ഞിട്ട് ബുള്ളറ്റിൽ കയറി. പിന്നാലെ ചമേലിയും. അവൾക്ക് വല്ലാത്ത വിഷമം വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്താ പറ്റിയേ? താൻ ഒരിക്കലും ഇത്രയും സന്തോഷ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഇവൻ എന്താ ഇങ്ങനെയൊക്കെ? ബെൻ അവളോട് ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. ഇടയ്ക്ക് അവളുടെ മുഖത്തേക്ക് പാളി നോക്കുന്നുണ്ട്. താൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൾക്കൊരു സന്തോഷവും കൊടുക്കാനായിട്ടില്ല. അവളുടെ മുഖത്ത് ഒരു സന്തോഷവും കാണുന്നില്ല. അവൾക്കൊട്ടും ഇഷ്ടമില്ലാതെയാവും തൻ്റെ കൂടെ വന്നത്. അവളുടെ ഇഷ്ടം നോക്കാതെ വിളിച്ചുകൊണ്ട് വരേണ്ടിയിരുന്നില്ല. ഇഷ്ടം എപ്പോഴും എനിക്ക് മാത്രമായിരുന്നല്ലോ. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോണം. മാലിയുടെ ജോലി തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കടയിൽ ജോലി കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ബെന്നിൻ്റെ അവഗണന ചമേലിക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. ചമേലിയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. കാരണം അവൾ ഓരോ നിമിഷവും അത്രയ്ക്ക് സന്തോഷിച്ചിരുന്നു. എന്നിട്ടും ബെൻ തന്നെ മനസ്സിലാക്കുന്നില്ല. ഒടുവിൽ അവൾ തന്നെ തോൽവി സമ്മതിച്ചുകൊണ്ട് അവനോട് കുറച്ചുകൂടി ചേർന്നിരുന്നു. അവൻ്റെ വയറിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്ന് വണ്ടി ഒന്ന് കുലുങ്ങിയതുപോലെ അവൾക്ക് തോന്നി. ബെൻ ഒരു ചെറു പുഞ്ചിരിയോടെ അവളുടെ കൈകളിലൊന്ന് തൊട്ടു. അപ്പോ വിചാരിച്ചതുപോലെ ദേഷ്യമൊന്നുമില്ല. അവൻ അവളുടെ കൈകളിൽ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു. അവൾ കുറച്ചും കൂടെ അവനോട് ചേർന്ന് വന്നു. എനിക്ക് വിശക്കുന്നു, ഒരു കോഫി കുടിച്ചാലോ? നമുക്കേ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏതെങ്കിലും നല്ല കടയുണ്ടോ എന്ന് നോക്കാം, അവിടെ നിന്ന് കുടിക്കാം. അതുപോലെ മതി. നിനക്ക് ദേഷ്യമാണോ എന്നോട്? ആ, ദേഷ്യമായിരുന്നു, ഇപ്പൊ മാറി. എനിക്കറിയാം, ആദ്യം തോന്നിയ ഇഷ്ടമൊന്നും നിനക്കിപ്പോൾ ഇല്ല അല്ലേ? എന്നെ കൊണ്ടുവരണ്ടായിരുന്നു എന്നല്ലേ നിന്റെ മനസ്സിലിപ്പോ? ആഹാ, നീ എൻ്റെ മനസ്സിൽ കയറി നോക്കിയായിരുന്നു അല്ലേ? അവിടെ അങ്ങനെ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് വഴക്കിടണ്ട ബെൻ. അതിനു വേണ്ടിയാണോ നമ്മൾ വന്നത്? നിന്റെ കൂടെ ഞാൻ എത്ര ഹാപ്പിയാണെന്ന് നിനക്കറിയോ? നിനക്കെന്താടാ അതൊന്നും മനസ്സിലാകാത്തത്? അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. കുറച്ചു ദൂരം ചെന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ കണ്ടു. ബെൻ അതിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി. ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ യാത്രയിൽ നീ ഹാപ്പിയാണല്ലോ അല്ലേ? നീ ഓക്കെ അല്ലേ? അതേ ബെൻ, ഇത്രമാത്രം സന്തോഷിച്ചൊരു യാത്ര എനിക്കെൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഈ യാത്ര ഞാൻ മറക്കില്ല. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇനി അടുത്ത തവണ വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാം. ഞാൻ പെട്ടെന്ന് വരും. നമ്മുടെ വിവാഹ കാര്യം ഞാൻ വീട്ടിൽ സംസാരിക്കും. അവർ സമ്മതിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി സമ്മതിച്ചില്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരുമോ? നമുക്ക് UK പോകാം. അവിടെ നിനക്ക് വേണ്ടി ഒരു നല്ല ജോലിയും കണ്ടുപിടിക്കാം. കോഫി കുടിച്ചുകൊണ്ടാണ് രണ്ടുപേരും സംസാരിച്ചത്. കഴിക്കാനായി പഴംപൊരി വാങ്ങിയിരുന്നു. ഒരു പഴംപൊരി എടുത്ത് പാതിയാക്കി രണ്ടുപേരും കഴിച്ചു.
അതൊക്കെ അവൾ നന്നായി ആസ്വദിച്ചാണ് ചെയ്തത്. നീ എന്താ ഒന്നും പറയാത്തെ? അതിനൊക്കെ ഇനിയും ധാരാളം സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം, വേണ്ടത് ചെയ്യാം. ചമേലിയുടെ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ രാത്രിയായിരുന്നു. ഈ സമയത്ത് എങ്ങനെയാ ഹോസ്റ്റലിൽ കയറി ചെല്ലുന്നേ? എനിക്ക് പേടിയാണ്, ഞാൻ പോവില്ല. ഞാൻ ഇതുവരെ എവിടെയായിരുന്നു എന്ന് അവര് വിചാരിക്കില്ലേ? രാവിലെ ആണെങ്കിൽ വീട്ടിൽ പോയതാണെന്ന് പറയാം. ഈ സമയം ഞാൻ എങ്ങനെ കയറി ചെല്ലും? ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി നമുക്ക് പുറത്ത് കഴിച്ചു കൂട്ടാം. രാത്രി സംസാരിച്ചിരിക്കാം, അത്ര സമയം കൂടി ഒരുമിച്ചിരിക്കാമല്ലോ. ഈ രാത്രിയിൽ തണുപ്പത്ത് നമ്മൾ എങ്ങനെ കുത്തിയിരിക്കും? ഒരു കാര്യം ചെയ്യാം, നമുക്കേ ഒരു റൂം എടുക്കാം, പോരെ? അവൾക്ക് അത് വേണമെന്നോ വേണ്ട എന്നോ പറയാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അവർ ഒരുമിച്ചുള്ള അവസാനത്തെ രാത്രി അതായിരുന്നുവെന്ന് രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല. ആകാശവും നിറയെ നക്ഷത്രങ്ങളും കാണാമായിരുന്നു. ചന്ദ്രൻ അവരെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. ബെൻ അവിടെ നിലത്തിരുന്നു. ചമേലി അവന്റെ മടിയിൽ തലവച്ച് കിടക്കുകയായിരുന്നു. അവൻ അവളുടെ മുടിയിഴയിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ടിരുന്നു. ബെൻ, ശരിക്കും നിനക്കെന്നെ ഇഷ്ടാണോ? എന്തിനാ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നേ? എത്ര തവണ ഞാൻ മറുപടി പറഞ്ഞിരിക്കുന്നു, നിനക്ക് വിശ്വാസമില്ലല്ലേ? അല്ല, നിനക്കെന്താ തോന്നുന്നേ? ഞാൻ ഇതുവരെ നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇനി നീ പറ. എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കോ ബെൻ? അവൻ അവളെ മടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവന്റെ അരികിലേക്ക് ചേർത്തു പിടിച്ച് അവളെ ഇറുക്കെ പുണർന്നു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ആ ചുംബനത്തിന്റെ സ്ഥലങ്ങൾ മാറി മാറി വന്നു. ഒടുവിൽ അവൻ അവളുടെ അധരം കവർന്നു. രാവിലെ കണ്ണു തുറന്നപ്പോൾ രണ്ടുപേരും ബാൽക്കണിയിൽ നിലത്ത് കിടക്കുകയായിരുന്നു. അവൾ അല്പം നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. പിന്നെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും എഴുന്നേറ്റ് റെഡിയായി. അവളെ ഹോസ്റ്റലിലാക്കി അവൻ യാത്ര പറഞ്ഞു പോയി. അവളുടെ നെഞ്ച് വല്ലാതെ വിങ്ങുന്നുണ്ടായിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു ഫീൽ. അത് എന്താണെന്നറിയാതെ ഒരു നൊമ്പരം അവളുടെ മനസ്സിൽ തളം കെട്ടി നിന്നു. ചമേലി ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത് എന്ന് അവൾക്ക് പോലും അറിയില്ല. നെഞ്ചിലാണേ ഒരു പിടച്ചിൽ. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. നെഞ്ചിനുള്ളിൽ എന്തോ കൊളുത്തി പിടിക്കുന്നത് പോലെ. ബെന്നിനെ പിരിഞ്ഞപ്പോൾ പ്രാണൻ പിടയുന്നൊരു വേദന. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. അവൻ തന്നിൽ നിന്ന് ദൂരെ പോവുകയാണോ? ഇനി എപ്പോഴായിരിക്കും കാണാൻ പറ്റുക? ഹിമാലയത്തിലേക്ക് പോയ യാത്രയുടെ ഓർമ്മയിൽ അവൾ അങ്ങനെ ഇരുന്നു. പിന്നെ ഫോണിൽ ഫോട്ടോകൾ എടുത്തു നോക്കി. പോയ വഴിക്കെടുത്ത ഫോട്ടോകളൊക്കെ അവൾ നോക്കി. എത്ര മനോഹരമായ സ്ഥലമായിരുന്നു. അന്ന് ബെൻ വിളിച്ചില്ല. പിറ്റേ ദിവസം മുതൽ അവൾ ക്ലാസ്സിൽ പോയി തുടങ്ങി. 3-4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ബെൻ വിളിച്ചില്ല. പഠിക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നും തോന്നുന്നില്ലാത്ത ഒരവസ്ഥയായിരുന്നു അവളുടേത്. ഓരോ നിമിഷവും ഫോണിലേക്കാണ് ശ്രദ്ധ. തൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? താൻ പറഞ്ഞത് എന്തെങ്കിലും അവന് ഇഷ്ടമില്ലാതെ വല്ലതും വന്നോ? കണ്ണാ, നീ തന്നെ തുണ. അവൻ എന്നെ ഒന്ന് വിളിക്കണേ കണ്ണാ, എനിക്ക് പറ്റുന്നില്ല. നിനക്കറിയാലോ, പരീക്ഷയാണ്. അവനൊന്ന് വിളിക്കാതെ ഞാൻ എങ്ങനെയാ പഠിക്കുക? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ഞാൻ ആരെ ഒന്ന് വിളിക്കുക? ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ബെന്നിന്റെ കോൾ അവൾക്ക് വന്നത്. ഫോണിൽ അവന്റെ കോൾ വന്നപ്പോൾ ആദ്യം കരച്ചിലാണ് വന്നത്. ഹലോ എടാ, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. നിനക്ക് പരീക്ഷയല്ലേ, അതുകൊണ്ട് ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ചു. ആഹാ, പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാനേ മാലിക്കിനെ വിളിച്ചു കൊണ്ടുവന്നു. ഇവിടെ ജോലിയും ശരിയാക്കി. താമസിക്കാൻ തൊട്ടടുത്ത് തന്നെ മുറിയുമുണ്ട്. നിനക്ക് സന്തോഷായില്ലേ? ചമേലി എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവളുടെ സങ്കടങ്ങളെല്ലാം അവൾ മറന്നുപോയി. നീ എന്താടി ഒന്നും മിണ്ടാതിരിക്കുന്നേ? പരീക്ഷ ആയതുകൊണ്ട് ബിസി ആയിരിക്കും അല്ലേ? ശരി, ഞാൻ ഫോൺ വെക്കുവാണേ. തിരിച്ചു പോകാൻ ഇനി ഒരാഴ്ച കൂടിയുള്ളൂ.
അതിനു മുമ്പ് ഞാൻ നമ്മുടെ കാര്യം വീട്ടിൽ പറയും. അമ്മമ്മ എൻ്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത്രയും പറഞ്ഞിട്ട് ബെൻ ഫോൺ വെച്ചു. ശ്വാസം നിലച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അത്രയും ദിവസം പ്രാണൻ പോകുന്ന വേദനയായിരുന്നു. ഇപ്പോ അത്രമാത്രം സംസാരിച്ചു വെച്ചിരിക്കുന്നു. തനിക്ക് സുഖമാണോ എന്നു പോലും ചോദിച്ചില്ല. ഒരു കാര്യം പറഞ്ഞു വെച്ചു. എന്നാലും അവൻ വിളിച്ചല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു. ബെൻ പോകുന്നതിന്റെ തലേ ദിവസമാണ് അവന്റെ പപ്പയ്ക്ക് ഒരു നെഞ്ചുവേദന പോലെ വന്നത്. പെട്ടെന്ന് എല്ലാവരും കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചമേലിയുടെ കാര്യം അവൻ അമ്മാമ്മയോട് പറഞ്ഞിരുന്നു. അങ്ങനെ അവന്റെ പപ്പയും അമ്മയും വിവരം അറിഞ്ഞിരുന്നു. ചമേലിയെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഓൺലൈനിൽ പരിചയപ്പെട്ട ആളാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർക്കൊട്ടും തൃപ്തിയില്ലായിരുന്നു. ബെന്നിന്റെ പപ്പ അഡ്വക്കേറ്റ് തോമസ് സിറിയക് ഇപ്പോൾ ICUവിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിന്റെ ആൻജിയോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ അദ്ദേഹം ബെന്നിനെയും ഭാര്യ ലിസിയെയും അകത്തേക്ക് വിളിപ്പിച്ചു. ബെൻ, എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നിനക്കറിയാലോ, എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ട്. അത് പറ്റുമെങ്കിൽ നീ സാധിച്ചു തരണം. ഇന്നുവരെ നിന്നോട് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നീ എനിക്ക് ഒരു വാക്ക് തരണം. അത് സാധിച്ചു തരുമെന്ന്. അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. തോമസ് സിറിയക്കിന്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അവൻ പപ്പയെ പകച്ചു നോക്കി നിന്നു. എന്താ ഇച്ചായ, എന്തൊക്കെയാ പറയുന്നേ? അവൻ നിങ്ങൾ പറഞ്ഞ കേൾക്കാതിരിക്കോ? അവൻ നമ്മുടെ ഒരേ ഒരു മോനല്ലേ. അവന്റെ പപ്പയ്ക്ക് എന്തെങ്കിലും വരാൻ അവൻ സമ്മതിക്കുമോ? കാര്യം പറയ്. എന്തായാലും നമുക്ക് ശരിയാക്കാം, ലിസി പറഞ്ഞു. എൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ് ജഹൻ. മുഴുവൻ പേര് ജഹൻ അന്ന മാർട്ടിൻ. അവൾക്ക് UK-യിൽ ബിസിനസ്സാണ്. അവള് അവിടെ എയർപോർട്ടിൽ എഞ്ചിനീയറാണ്. അവൻ എന്നെ വിളിച്ച് നമ്മുടെ ബെന്നിന് വേണ്ടിയിട്ട് ഒരാലോചന പറഞ്ഞു. അവർക്ക് നല്ല താല്പര്യമുണ്ട്. ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. എൻ്റെ മോൻ്റെ കാര്യമല്ലേ, എനിക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ, അല്ലേ? ബെൻ ഒന്നും മിണ്ടാനാവാതെ തറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ എന്താ താൻ പറയേണ്ടത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് അവളെ അറിയാവുന്നല്ലേ? നാട്ടിൽ വരുമ്പോ നിങ്ങൾ ഒരുമിച്ച് കളിച്ച് നടന്നവരല്ലേ? അത് ഡാഡ്, ഇപ്പൊ ഇതൊന്നും പറയേണ്ട സമയമല്ല. ആദ്യം ആരോഗ്യം ശരിയാവട്ടെ. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വിശുദ്ധമായിട്ട് സംസാരിക്കാം. എന്തിനാ ഇപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരുന്നത്? ഇല്ല ബെൻ, എനിക്കിപ്പോ തന്നെ അറിയണം നിന്റെ തീരുമാനം. ഇല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഡിസ്ചാർജ് വാങ്ങും. തോമസ് സിറിയക് മകനെ നോക്കി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ ഡാഡ്. എനിക്ക് കുറച്ച് സമയം താ. എനിക്ക് മറ്റൊരു കാര്യം സംസാരിക്കാനുണ്ട്. നിങ്ങൾ രണ്ടുപേരും സമാധാനമായിട്ട് അതൊന്ന് കേൾക്കണം. നടക്കില്ല ബെൻ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ താല്പര്യമില്ല. ഇൻസ്റ്റയിൽ പരിചയപ്പെട്ട ഒരാൾ ആരാണ്, എന്താണ് ഒന്നും അറിയില്ല. അവളുടെ കുടുംബം പാരമ്പര്യം ഒന്നും അറിയില്ല. ഒരിക്കലും ഞങ്ങൾ ഇതിന് സമ്മതിക്കില്ല. ഇപ്പോൾ തന്നെ അവളെ വിളിച്ച് പറഞ്ഞേക്കണം ഇത് നടക്കില്ല എന്ന്. അല്ലെങ്കിൽ അവളുടെ നമ്പർ തന്നാ മതി, ഞാൻ തന്നെ വിളിക്കാം. ഏതെങ്കിലും ചെക്കന്മാരെ കണ്ട ഉടൻ തോളിൽ കയറാൻ ചിലരുണ്ടാവും. നടക്കില്ല ബെൻ, നീ വിളിച്ചു പറയുന്നോ ഞാൻ പറയണോ? തോമസ് സിറിയക് ചോദിച്ചു. ബെൻ എന്തു പറയണമെന്നറിയാതെ കുറച്ചു സമയം അവിടെ നിന്നു. അവന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി. വല്ലാത്ത ക്ഷീണം. അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. പുറത്തുണ്ടായിരുന്ന കസേരയിൽ അവൻ പോയിരുന്നു. എത്ര നേരം അവിടെ ഇരുന്നുവെന്ന് അവന് പോലും അറിയില്ല. ലിസി വന്ന് വിളിച്ചപ്പോഴാണ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റത്. എന്തിനാ മോനെ നീ ഇത്ര സങ്കടപ്പെടുന്നത്? കുറച്ചു നാളത്തെ പരിചയം മാത്രമല്ലേ അവളായിട്ട് നിനക്കുള്ളൂ. ഞാനും പപ്പയും അങ്ങനെയാണോ? ഞങ്ങൾ മോന് വേണ്ടി കണ്ടുപിടിക്കുന്ന ബന്ധം എത്രയോ നല്ലതായിരിക്കും. മോൻ ജീവിതകാലം മുഴുവൻ സന്തോഷായിട്ടിരിക്കണം എന്നല്ലേ ഞങ്ങളുടെ ആഗ്രഹം. ആ പെണ്ണിനെ മോനങ്ങ് മറന്നു കളയണം. ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കാം. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അവൾ അങ്ങനെ ഒരു പെണ്ണല്ല.
നമുക്കൊരാളെ വ്യക്തമായി അറിയില്ല എന്ന് കരുതി അവരെക്കുറിച്ച് എന്തും പറയാമെന്ന് വിചാരിക്കരുത്. എന്തായാലും നിങ്ങളുടെ സന്തോഷം നടക്കട്ടെ. കുറച്ചു സമയം എന്നെ ഒന്ന് തനിച്ച് വിട്. അവൻ വേഗം പുറത്തേക്ക് നടന്നു. ഒന്നുറക്കെ കരയണമെന്നവൻ വല്ലാണ്ട് ആഗ്രഹിച്ചു. പക്ഷേ സാധിക്കില്ലല്ലോ. ഒരാണിന് എങ്ങനെ ഇരുന്ന് കരയാൻ സാധിക്കും? അവർക്ക് ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ആ ഫീലിങ്സ് അടിച്ചമർത്തേണ്ടതല്ലേ, പുറമെ കാണിക്കാൻ പാടില്ലല്ലോ. അവൻ കാറിൽ കയറി. എങ്ങോട്ട് പോകണമെന്ന് യാതൊരു ധാരണയുമില്ല. എങ്കിലും അവൻ മുന്നോട്ടേക്ക് പോയി. ആളൊഴിഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരിക്കണം. അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ തോന്നി വീട്ടിലേക്ക് പോകാമെന്ന്. അവിടെയാകുമ്പോൾ സ്വന്തം മുറിയിൽ കയറിയിരിക്കാം. വീട്ടിൽ ചെന്നപ്പോൾ അമ്മാമ്മയുണ്ടായിരുന്നു. എന്താ മോനെ, എന്തു പറ്റി? നീ എന്താ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നേ? എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? എനിക്കൊന്നുമില്ല അമ്മാമ്മേ. കുറച്ച് സമയം എന്നോട് സംസാരിക്കാൻ വരരുത്. ഞാൻ മുറിയിലേക്ക് പോവുകയാണ്. ദയവായി വന്ന് വിളിക്കരുത്. അവൻ വേഗം മുറിയിൽ കയറി വാതിലടച്ചു. വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ കയ്യിലെടുത്തു. കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഫോണിലെ നമ്പർ കാണുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ടവലെടുത്ത് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ ചമേലിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. പെട്ടെന്ന് തന്നെ മറുവശത്ത് നിന്ന് അവളുടെ മധുരമായ ശബ്ദം കേട്ടു. അല്പസമയത്തേക്ക് അവനൊന്നും മിണ്ടാൻ സാധിച്ചില്ല. അവൻ കേൾക്കുന്നില്ല എന്ന് കരുതി അവൾ വീണ്ടും ഹലോ ഹലോ എന്ന് പറയുകയാണ്. എനിക്ക് കേൾക്കാൻ ചമേലി. അവന്റെ ശബ്ദത്തിന് ഒരു പതർച്ചയുണ്ടായിരുന്നു.